സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ സഞ്ചാർ സാഥി ആപ്പിന് പിന്നാലെയാണ്. സൈബർ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ പുതിയ സ്മാർട്ട് ഫോണുകളിലും സഞ്ചാർ സാഥി ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ വലിയ ചർച്ചയായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ പ്രതിപക്ഷവും രംഗത്ത് വരികയുണ്ടായി. ശരിക്കും എന്താണ് ഈ സഞ്ചാർ സാഥി ആപ്പ്? സൈബർ സുരക്ഷ ഉറപ്പാക്കാൻ എന്ന് സർക്കാർ പറയുമ്പോൾ ഇത് ഇത്രയും ചർച്ചയാക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് നോക്കാം. സൈബർ തട്ടിപ്പുകൾ തടയുന്നതിനും ടെലികോം സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി രൂപകൽപ്പന ചെയ്ത കേന്ദ്രീകൃത സംരംഭമാണ് സഞ്ചാർ സാഥി. തട്ടിപ്പ് കോളുകൾ റിപ്പോർട്ട് ചെയ്യാനും നഷ്ടപ്പെട്ട ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനും അടക്കമുള്ള സേവനങ്ങൾ സഞ്ചാർ സാഥിയിൽ ലഭ്യമാണ്. ഒരു ഫോൺ വാങ്ങുന്നതിന് മുൻപ് അതിന്റെ IMEI തടഞ്ഞതോ കരിമ്പട്ടികയിൽ പെടുത്തിയതോ ആണോ എന്ന് പരിശോധിക്കാൻ സഞ്ചാർ സാഥി ഉപയോക്താക്കളെ സഹായിക്കും. ടെലികോം സൈബർ സെക്യൂരിറ്റി നിയമങ്ങളുടെ പിന്തുണയോടെയാണ് ഈ സംരംഭം. ഒരു മൊബൈൽ ഹാൻഡ്സെറ്റ് യാഥാർത്ഥ്യമാണോ എന്നും അത് മോഷ്ടിക്കപ്പെട്ടതോ കരിമ്പട്ടികയിൽ പെടുത്തിയതോ ആണോ എന്നും ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി നമ്പർ ഉപയോഗിച്ച് പരിശോധിക്കാം. തങ്ങളുടെ പേരിൽ നൽകിയിട്ടുള്ള എല്ലാ മൊബൈൽ കണക്ഷനുകളും ഇതിൽ കാണാം. ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും വിശ്വസനീയമായ കോൺടാക്ട് വിവരങ്ങൾ ആക്സസ് ചെയ്യാം. ഇന്ത്യൻ നമ്പറുകളുടെ മറവിൽ വിദേശ കോളുകൾ ലഭിച്ചാൽ റിപ്പോർട്ട് ചെയ്യാം. എന്നാൽ ഈ സുരക്ഷാ ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്താൽ പിന്നീട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ആദ്യം പുറത്തു വന്നിരുന്നത്. അങ്ങനെ വന്നാൽ ഇന്ത്യയിലെ ഓരോ പൗരന്റെയും സുരക്ഷയാണ് ചോദ്യം ചെയ്യപ്പെടുന്നതും. ഇതാണ് ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. 90 ദിവസത്തിനുള്ളിൽ എല്ലാ കമ്പനികളും ഇനി നിർമ്മിക്കാനിരിക്കുന്ന ഫോണുകളിലും ഇതിനകം വിപണിയിലെത്തിച്ച ഫോണുകളിലും ഈ ആപ്പ് നിർബന്ധമാക്കണമെന്ന് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളോട് ടെലികോം മന്ത്രാലയം ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. അതേസമയം സ്വകാര്യതയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന ആപ്പിൾ വിഷയത്തെ തുടക്കത്തിലെ എതിർത്തിരുന്നു. നിലവിൽ സ്മാർട്ട് ഫോണുകളിൽ ടെലികോം വകുപ്പിന്റെ സഞ്ചാർ സാഥി മൊബൈൽ ആപ്പ് നിർബന്ധമല്ലെന്ന് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അറിയിച്ചിരുന്നു. ഫോണിൽ ഈ ആപ്പ് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാമെന്നും അല്ലാത്തവർക്ക് ഡിലീറ്റ് ചെയ്യാമെന്നുമാണ് മന്ത്രി പറയുന്നത്. ആദ്യമായാണ് ഒരു സർക്കാർ ആപ്പ് നിർബന്ധമായും ഫോണിൽ സൂക്ഷിക്കണമെന്ന ചട്ടം കേന്ദ്രം ഇറക്കുന്നത്. ഇത് സ്വകാര്യതാ ലംഘനമാണെന്നും ആക്ഷേപമുണ്ട്. ടെലികോം സൈബർ സുരക്ഷാ ചട്ടത്തിലെ പുതിയ അധികാരങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഉത്തരവ്.